കോഴിക്കോട് ഫറോക്കിൽ സ്വകാര്യ ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് പരാതി. ചന്തക്കടവ് സ്വദേശി അശ്വിനിയുടെ കുഞ്ഞാണ് മരിച്ചത്. ഹാർട്ട് ബീറ്റ് കുട്ടീന്റെ നോർമൽ ആണോ നിങ്ങൾ ചോദിച്ചതാ. അപ്പൊ അവർ പറയും ചെയ്ത് ഹാർട്ട് ബീറ്റ് നോർമൽ ആ, കുഴപ്പമില്ല, അനക്കം കുറവ് തോന്നുന്നത് ആൾക്ക് ടൈറ്റ് ആവുന്നതുകൊണ്ടാവുന്നു. അപ്പൊ അഡ്മിറ്റ് ചെയ്യാറിനി ഇപ്പൊ വേറെ വയറ്റിന് പോകുന്ന പറഞ്ഞപ്പോ പറഞ്ഞ് അവർക്ക് ട്രിപ്പ് ഇട്ടരാന്ന്. ട്രിപ്പ് ഇടാൻ റൂമിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ ചായ വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ടുണ്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ എന്തോ കഴിഞ്ഞപ്പോ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണേ. അപ്പൊ നോക്കുമ്പോ പറയുന്നത് ഹാർട്ട് ബീറ്റ് പച്ച കുറഞ്ഞു. ഇന്ന് രാവിലെയാണ് പ്രസവത്തിനായി ചന്തക്കടവ് സ്വദേശിനി അശ്വിനിയെ കോഴിക്കോട് ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിക്ക് അനക്കം കുറവാണെന്ന് ഡോക്ടർമാരോട് പറഞ്ഞെങ്കിലും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാണെന്നും പേടിക്കാനില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞതായി ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. തുടർന്ന് അശ്വിനിയെ പ്രസവമുറിയിലേക്ക് കയറ്റി മിനിറ്റുകൾ കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞു മരിച്ചെന്ന വിവരം ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിക്കുന്നത്. മരണകാരണം ഡോക്ടർമാരുടെ ചികിത്സാ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ചികിത്സാ പിഴവന്നെയായിരിക്കും. കാരണം അല്ലാതെ ഇപ്പൊ ഫസ്റ്റ് എത്തിയപ്പോ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹാർട്ട് ബീറ്റ് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ലെങ്കിൽ അവർ അനക്കക്കുറവ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ ടൈം മോണിറ്ററിംഗ് ചെയ്യേണ്ടതില്ലേ? ഒരു ഫുൾ ടൈം ഒരു മോണിറ്ററിംഗ് വെക്കണേ. വേരിയേഷൻ വരുന്നുണ്ടോന്ന് അറിയാം, അതും ചെയ്തിട്ടില്ല ഞങ്ങളോട്. അതേസമയം കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കുറഞ്ഞതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർമാർ പറയുന്നു. മരണകാരണം ചികിത്സാ പിഴവല്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വിഷയത്തിൽ ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് അശ്വിനിയുടെ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.